ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? ദൈവത്തിൻ്റെ കരുണയാൽ ഞാൻ ദോഹ നമ്മുടെ ധ്യാന സ്ഥലത്ത് എത്തി കേട്ടോ. പ്രൈസല്ലോ. ഈ വീഡിയോ പോരുന്നതിന് മുമ്പ് എടുത്തു വെച്ചതാണ്. കാരണം ഇനി ചെല്ലുന്ന ആ ഗ്യാപ്പിൽ ഇങ്ങനെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ മുതൽ ദൈവം അനുഗ്രഹിച്ചാൽ അവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. പ്രൈസല്ലോ. പ്രത്യേകിച്ച് സഹോദരങ്ങൾ എല്ലാ ദിവസവും ധ്യാനത്തിന് വരണം. ഞാൻ ഓർപ്പിക്കുകയാണ്, മറക്കരുത്. ഒരു ദിവസം വന്നു ലാസ്റ്റ് ഹൗസ് അങ്ങ് നോക്കരുത്. എല്ലാ ദിവസവും ധ്യാനത്തിന് വരണം കേട്ടോ. എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ളവരെയും പ്രത്യേകം ഒന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുക. നമ്മൾ നടത്തുന്ന ധ്യാനമാണ്. നിങ്ങൾ അതിൻ്റെ സ്ട്രോങ് മധ്യസ്ഥ പ്രാർത്ഥന, ഈ ധ്യാനത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ, ഒരു കൃപ നമ്മുടെ വീട്ടിലും കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഇന്നൊരു സാക്ഷ്യം വായിക്കാം. സ്നേഹവാനപ്പെട്ട ബിനോയച്ചൻ, എൻ്റെ പേര് ബിന്നിയ. ഞാൻ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ഞാൻ സാക്ഷ്യം പറയുന്നത് എന്നെപ്പോലെ പഠിക്കുന്ന കുട്ടികൾ ദൈവത്തോടുള്ള സ്നേഹവും വിശ്വാസവും ഉയർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു ഇൻറ്റൻഷനുണ്ട് നന്നായത്. ഞങ്ങളുടെ ഫാമിലി വാട്സപ്പിൻ്റെ ഗ്രൂപ്പുകളിൽ അച്ഛൻ്റെ ടോക്ക് എല്ലാ ദിവസവും വരുമായിരുന്നു. എന്നാൽ ഞാൻ അത് ഒന്നും കേൾക്കാറില്ലായിരുന്നു. അത് ചില ആൾക്കാർ അങ്ങനെയുണ്ട്, ഒരു അനുഭവത്തിലൂടെയാണ്. കർത്താവ് സാരമല്ലോ, പോട്ടെ. പിന്നീട് എൻ്റെ തേർഡ് ഇയറിൻ്റെ എക്സാം ആയപ്പോൾ പരീക്ഷയ്ക്ക് പേടി കൂടുന്നതായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങി. ഇസ്രായേലിലുള്ള എൻ്റെ കസിൻ ആൻറ്റിയോട് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് അച്ഛൻ്റെ ടോക്കുകൾ ഇന്ന് അയച്ചു തരാൻ വേണ്ടി തുടങ്ങി. ഞാൻ ഒരു ദിവസം കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും കേൾക്കണമെന്ന് തോന്നി തുടങ്ങി. അതാണ് പ്രത്യേകത. അതാണ് ഈശോയുടെ ഈശോ ആകർഷിക്കുകയാണ്, ഈശോ വിളിക്കുകയാണ്. അതാണ് ഒരു കേൾക്കണമെന്നുള്ള ആത്മാവിൻ്റെ ഒരു ആഗ്രഹം. CCSE 27 ദൈവത്തോടുള്ള ദാഹം ദൈവം നിക്ഷേപിച്ച് ഇങ്ങനെ ഉയർന്നു വരും. ധൈര്യം കിട്ടാൻ ഇത് ചെയ്താൽ മതി എന്ന 1930 സാക്ഷ്യം ഞാൻ എല്ലാ ദിവസവും കേൾക്കാൻ വേണ്ടി തുടങ്ങി. ആ ടോക്കും എല്ലാ ദിവസവും അത് കേൾക്കുമായിരുന്നു. അതിൻ്റെ കൂടെ അന്നത്തെ ദിവസത്തെ ടോക്ക് കേൾക്കാനും വേണ്ടി തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ടോക്കിൻ്റെ ഇടയിൽ ഒരു ആൻറ്റി അഭിഷേകാഗ്നിക്ക് വേണ്ടി ശനിയാഴ്ച ഉപവാസം എടുത്ത് കേട്ടതായ ഒരു സാക്ഷ്യം. അത് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി. ഞാനും ശനിയാഴ്ച ഉപവാസം എടുത്ത് അഭിഷേകാഗ്നി ഞായറാഴ്ച കൂടാൻ തുടങ്ങി. നല്ല കുട്ടി. നിങ്ങൾ യുവജനങ്ങൾ യുവജനങ്ങൾ എന്തായാലും ഇത് കേൾക്കണം കേട്ടോ. മുതിർന്നവരും ശനിയാഴ്ച ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി ഞായറാഴ്ച 8:30 മണിക്കുള്ള അഭിഷേകാഗ്നി നിങ്ങൾ കൂടിക്കോ. ദൈവം അനുഗ്രഹിച്ചിരിക്കും. എല്ലാ ടോക്കും കേൾക്കുമ്പോഴും അഭിഷേകാഗ്നി കൂടുമ്പോഴും എൻ്റെ പ്രാർത്ഥന തേർഡ് ഇയറിന് റിസൾട്ട് വരുമ്പോൾ ഒരു ഡിസ്റ്റിങ്ഷൻ പാസ്സാകണമെന്നുള്ളതായിരുന്നു. എക്സാമൊക്കെ നല്ല തുടങ്ങി. പീഡിയാട്രിക് എന്ന് പറയുന്ന പരീക്ഷയുടെ ദിവസം അന്ന് ഞാൻ രാവിലെ പഠിച്ച് ഒന്നും തന്നെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എല്ലാവരും പഠിക്കുമ്പോൾ ഞാൻ ആദ്യം തൊട്ട് പഠിക്കണമെന്ന് പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. എല്ലാവരും വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് ഈശോ എന്നെ പരീക്ഷ എളുപ്പമാക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ടോക്ക് കേട്ട് ഏതായാലും അങ്ങനെ പോയി. പരീക്ഷ എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഈശോ ഞാൻ പ്രതീക്ഷിച്ചാലും ആഗ്രഹിച്ചാലും 1000 മടങ്ങ് മാർക്ക് അനുഗ്രഹം നൽകി. തേർഡ് ഇയർ ആ സെമസ്റ്റർ ഞാൻ നല്ല ഡിസ്റ്റിങ്ഷനോടുകൂടി എല്ലാം പാസ്സായി. ബാക്കി വിഷയങ്ങളെക്കാൾ ഈ പീഡിയാട്രി അതേ വിഷയത്തിൽ ഉയർന്ന മാർക്ക് കിട്ടി. ക്ലാസ്സിൽ ഞാനതിൽ ടോപ്പറായി. എൻ്റെ കോളേജിൽ ഞാൻ ടോപ്പറായിട്ട് തീർന്നു. നോക്കിയേ, എന്ത് വലിയ ദൈവാനുഗ്രഹം നോക്കിയേ. എൻ്റെ സന്തോഷം എത്രമാത്രം ആയിരുന്നെന്ന് പറയാൻ പറ്റില്ലായിരുന്നു. എൻ്റെ റിസൾട്ട് വന്ന അന്ന് വൈകിട്ട് ഫെബ്രുവരി 26 അച്ഛൻ്റെ ഒരു ടോക്ക് പറഞ്ഞു, എഴുതിയ പോലെ തന്നെ നടക്കുള്ളൂ. 1956. അതിനടുത്ത ദിവസം അത് ഫെബ്രുവരി 27. ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? 1957 ആ ടോക്ക്. ഇത് രണ്ടും അച്ഛൻ എനിക്ക് വേണ്ടി എന്നോട് പറയുന്ന പോലെ തോന്നി. അച്ഛൻ്റെ ടോക്ക് കൂടിയാലേ ഇപ്പോൾ എൻ്റെ കുരിശുവര പൂർണ്ണമാവുള്ളൂ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ചില വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്, ഇത് കഴിഞ്ഞിട്ട് കുരിശുവര കഴിഞ്ഞിട്ട് ഈ ആശീർവാദം മേടിച്ചിട്ട് കിടക്കും. നന്നായത്. പ്രൈസ് ദി ലോർഡ്. ഈശോയോടുള്ള എൻ്റെ വിശ്വാസം മറ്റുള്ള ഈശോയെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ പറഞ്ഞിട്ട് സാക്ഷി എഴുതി അയച്ചിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ നഴ്സിങ്ങിൻ്റെ പരീക്ഷ കഴിഞ്ഞെന്ന് തോന്നുന്നല്ലേ, അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക്, അല്ലെങ്കിൽ നീറ്റ് പരീക്ഷ വരാം. നിങ്ങൾ പരീക്ഷയിൽ എങ്ങനെ ഭയം, പേടി, ടെൻഷൻ ആദ്യമൊക്കെ വരുമ്പോൾ നമ്മൾ ഈശോയോടാണ്, പരിശുദ്ധാത്മാവാണ് ധൈര്യം തരുന്ന ആത്മാവ്. അതുകൊണ്ടാണ് ഈ സാക്ഷിക്കാൻ വായിക്കുന്നത്. അനേകർക്ക് വിശ്വാസം വർദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. അനേകർ ഇപ്പം നോക്കിയേ, ആ കുട്ടി ഇതൊരു അനുഭവം ഉണ്ടായതോടുകൂടി അത് കുട്ടി ഉള്ളതിനെ വിശ്വാസവും നല്ല കൃപയുള്ള കുട്ടിയാണ് ഒന്നുകൂടി അത് കയറുകയല്ലേ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങൾ, ഇന്ന് സാക്ഷിച്ച് നീണ്ടുപോയതുകൊണ്ട് ഷോർട്ടാക്കി അടുത്ത വചനം പറയാം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നീ എന്തിന് വിഷാദിക്കുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനം 43:5 Psalms 43:5. ഒരു വചനം ഇതാണ്, എൻ്റെ ആത്മാവേ നീ എന്തിന് വിഷാദിക്കുന്നു, നീ എന്തിന് നെടുവേർപ്പെടുന്നു, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നല്ല വചനമാണ്. ഇതിന് സത്തുല്യമായ വചനം പണ്ടെന്ന് ഞാൻ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഒരേ വചനങ്ങൾ തന്നെ ബൈബിളിൽ പല സ്ഥലത്ത് കിടക്കും. ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ വചനം വെളിപ്പെടുത്താൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആത്മാവിനാണ് ചോദിക്കുന്നത്, എൻ്റെ ആത്മാവേ, അല്ലേ, പരിശുദ്ധാത്മാവിനെ എൻ്റെ ആത്മാവേ എന്ന് വിളിക്കാന്നൊക്കെ പറയുന്ന പോലെ, റോഹായി വിളിക്കാന്നൊക്കെ പറഞ്ഞ പോലെ എൻ്റെ ആത്മാവ് നീ എന്തിന് വിഷാദിക്കുന്നു. ചിലപ്പോൾ നമ്മളിങ്ങനെ ആകെ ഡെസ്പായിട്ട് വിഷാദിക്കുന്നു. നീ എന്തിന് വിഷാദിക്കുന്നു? അപ്പോൾ നമുക്ക് ഈ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ നെടുവീർപ്പെടും, അല്ലേ? അത് ചോദിക്കും, നീ എന്തിനിങ്ങനെ നെടുവീർപ്പെടുന്നേ? എന്നാലും നീ ചെയ്യേണ്ട കാര്യം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിൽ പ്രത്യാശ വെച്ചിട്ട് ആരെങ്കിലും ഭഗ്നാശനായി പോയിട്ടുണ്ടോ? അല്ലേ?
വിശ്വാസം, സ്നേഹം, പ്രത്യാശയും മൂന്ന് നിലനിൽക്കുന്നത് എല്ലാം വചനം വെളിപ്പെടുന്ന കാര്യങ്ങളാണ്. നിന്നെ സമാവരത്തിൽ പറയുന്നത് എന്നാണെന്നറിയാവോ? എൻ്റെ സഹായകവും ദൈവവുമായവനെ ഞാൻ വീണ്ടും പുകഴ്ത്തും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ഞാൻ ആശ്രയിക്കാൻ തുടങ്ങിയാൽ വീണ്ടും ഈ കുട്ടി പറഞ്ഞതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടവരും. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനം 43:5 കാണാതെ പഠിച്ചു വെച്ചോ. എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു, നീ എന്തിനു നെടുവേർപ്പെടുന്നു, ദൈവത്തെ പ്രത്യാശ വയ്ക്കുക. ഇത് മറ്റുള്ളവരോട് നമ്മൾ പറയുമ്പോൾ നീ കൊച്ചു നീ എന്തിനു സങ്കടപ്പെടുക, വിഷമിക്കുന്നത് എന്തിനാ, നീ കർത്താവിൽ പ്രത്യാശ എന്ന് അനേകർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മളുടെ ആത്മാവരോടൊന്ന് പറയണേ. പലസ്ലേ പറയുന്നില്ല, നീ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ നിന്റെ കാര്യത്തിൽ തന്നെ പഠിപ്പിക്കാത്ത. അതുകൊണ്ട് ആരെങ്കിലും വിഷാദിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ അതിനൊരു 10 പ്രാവശ്യം പറയട്ടെ, വിഷാദം പോട്ടെ, നെടുവീർപ്പും പോട്ടെ. ഹല്ലേലൂയ. നാളെ ദോഹയിൽ നിന്ന് കേട്ടോക്കെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്ന, സ്തുതിക്കുന്ന, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, വലിയ ദൈവകൃപ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും നിറയട്ടെ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന അന്ധകാരശത്തിൽ, പൈശാചത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ വീട്ടിലേക്ക് ആട്ടിപ്പായി. കർത്താവേ, അവിടുത്തെ ശക്തി ഇപ്പോൾ വെളിപ്പെടുത്തണമേ, അവിടുത്തെ കൃപ ഇപ്പോൾ വെളിപ്പെടുത്തണമേ. മനസ്സ് വിഷാദിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നവരെ ഈ വചനത്തിന് ശക്തിയാൽ, യേശു നാമശക്തിയാൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. പരിശുദ്ധയുടെ പ്രത്യേക മാധ്യസ്ഥ സഹായവും യേശുപിതാവിന്റെ പ്രത്യേക മാധ്യസ്ഥ സഹായവും ഉണ്ടാകട്ടെ. ഓ കർത്താവായ ദൈവമേ, പരീക്ഷ, ഇന്റർവ്യൂ അല്ലെങ്കിൽ OIT പല കാര്യങ്ങൾക്കും ഭയങ്കര ടെൻഷനും പേടിയുള്ളവർക്ക് ഈ ടോക്കിൽ കേട്ട ഈ സാക്ഷ്യവും ഈ വചനവും എല്ലാം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.